രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. കയ്യിലിരിക്കുന്നത് എന്താന്ന് ഒന്നുകൂടി നോക്കി പെണ്ണ്. താലി തന്നെയാണ്. ഞെട്ടിക്കൊണ്ടവൾ നോക്കിയത് വംശിയുടെ മുഖത്തേക്കാണ്. വാട്ട്? സ്വാഭാവികം പോലെയായിരുന്നു അവന്റെ റിയാക്ഷൻ. ഇത് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണതും വംശി അത് ഉള്ളം കൈയിൽ പൊതിഞ്ഞു പിടിച്ചു. രാത്രി ഒരു ശാസ്ത്രയുണ്ടായിരുന്നു ആ വിളിയിൽ. അപ്പോ നമ്മുടെ കല്യാണമാണോ? അവൻ ഉള്ളം കൈയിൽ പൊതിഞ്ഞു പിടിക്കാൻ താലിയിൽ നോക്കിയത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ചുണ്ടുകൾ വല്ലാതെ വിറച്ചു. എല്ലാത്തിനും അപ്പുറം വല്ലാത്തൊരു തളർച്ചയിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി. എന്തിനാ ഈ കണ്ണുനീർ? ഇഷ്ടക്കേട് വല്ലതുമാണെങ്കിൽ ഈ കല്യാണം ഇപ്പൊ വേണമെങ്കിലും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താണെങ്കിലും നിന്റെ അഭിപ്രായത്തിൽ ഇത് മുന്നോട്ട് പോകൂ. അവന്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലേക്ക് എത്തുന്ന കണ്ടതും അതുവരെ തന്നെ മടിയിലിരുത്തി കഴുകുവെള്ളയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നവൻ ഇപ്പൊ കട്ടിലേക്ക് പിടിച്ചിരുത്തി എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. അവൻ പിണങ്ങിയെന്ന് തോന്നി അവൾ പെട്ടെന്ന് ആ കയ്യിൽ പിടിച്ചു നിർത്തി. എന്തിനാ എന്നോടിങ്ങനെ പിണങ്ങുന്നേ? ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടയ്ക്കാൻ തന്നെ അവന്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റവൾ മെല്ലെ ചോദിച്ചു. പിണക്കുമോ? എന്തിന്? ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ മെല്ലെ അഴിച്ചുകൊണ്ട് അവൻ കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു. ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങണം സിദ്ധി? സിദ്ധി. അവളുടെ ചുണ്ടുകൾ മെല്ലെ ചലിച്ചു. കല്യാണം കഴിക്കുക എന്നുള്ളത് പൂർണ്ണമായും നിന്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചാകട്ടെ എന്ന് കരുതി ഞാൻ അതിന്റെ അറേഞ്ച്മെന്റ്സ് ഇത്രയും കുറഞ്ഞ സമയത്തിൽ ചെയ്തു. ഇപ്പൊ നിനക്ക് കുറച്ചു മുന്നേ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. ഈ കല്യാണം നമുക്ക് ഇപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഏതവസ്ഥയിലും നിന്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് മുഖ്യം. ഇട്ടിരുന്ന ഷർട്ട് ഊരി ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടവൻ പാന്റിലേക്ക് കൈവെക്കുന്ന കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. കണ്ണാടിയിലൂടെയുള്ള അവളുടെ പ്രവൃത്തി കണ്ടതും അത്രയും ഗൗരവത്തിലും അവൻ അറിയാതെ പുഞ്ചിരിച്ചു പോയി. നിനക്ക് തിരിയാം. പറയുന്ന കേട്ട് പെണ്ണ് തിരിഞ്ഞു നോക്കുന്നത് കാണുന്നത് ഷോർട്സ് മാത്രമിട്ട് ടർക്കി തോളിലൂടെ ചുറ്റി അലസമായി നിൽക്കുന്നവനെയാണ്. വാട്ട്? കണ്ണു തുറച്ചു വെച്ച് തന്റെ ദേഹമാക്കി പരിധി നോക്കുന്നവരോട് കണ്ണുകൾ ചുരുക്കി അവൻ ചോദിച്ചു. എന്തേ ഷർട്ട് ഇടുന്നില്ലേ? ഇല്ല, എനിക്ക് ചൂടെടുക്കുന്നു. സൈഡിലിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം കുടിച്ചവൻ അവളെ നോക്കിയത് പറയുമ്പോൾ പെണ്ണ് നോക്കിയത് AC-യിലേക്ക് കണ്ണു നട്ടാണ്. 16 ആണ് ടെമ്പറേച്ചർ. തണുത്തിട്ട് ഇവിടെ കൈയും കാലും മരവിക്കുന്നു. അപ്പോഴും ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞ് ഡ്രസ്സില്ലാതെ നിൽക്കുക വൃത്തികെട്ടവൻ. നീ എന്തെങ്കിലും പറഞ്ഞോ? കാതിലേക്ക് എത്തിയ നേർത്ത സ്വരം അവളുടെ ശരീരമാക്കി ഒരു വിറയൽ പടർത്തി. പെണ്ണ് ഒന്ന് പിടഞ്ഞുകൊണ്ട് അല്പം മുന്നിലേക്ക് നടന്നതും ഇടുപ്പിലൂടെ ചുറ്റിയ കൈ അവളുടെ പിൻഭാഗം അവന്റെ നെഞ്ചിലേക്ക് ഇടുപ്പിച്ചു നിർത്തി. പറയ് ധാത്രി. കാതിലൊന്നും മുത്തിയെടുത്ത് ചോദിച്ച ചോദ്യത്തിലെ ധാത്രി അവളുടെ ചുണ്ടിൽ പിന്നെയും പുഞ്ചിരി കൊണ്ടുവന്നു. പിണങ്ങിയത് എന്തിനാണ്? നിനക്കറിയില്ലേ? അവളെ കൂടുതൽ ചേർന്നുകൊണ്ടുള്ള അവന്റെ ആ മറുപടിയിൽ എവിടെയൊക്കെ അവൻ ഗൗരവത്തിൽ ഒളിപ്പിച്ചു വെച്ച വംശി മാറി അവളുടെ വിച്ചേട്ടൻ മാത്രമാവുകയായിരുന്നു അവൻ ആ നിമിഷങ്ങളിൽ. അത് പിന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് കേട്ടാൽ ആരും പേടിച്ചു പോവുകയില്ലേ? വല്ലാത്ത പിണക്കത്തിൽ അവൾ ചോദിച്ചതും അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി ഗാഠമായി പുണർന്നു. പേടിക്കരുത്. അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഇന്നായാലും നാളെയാണെങ്കിലും ഇനി എന്നാണെങ്കിലും നീ എന്റെ മാത്രമാണ്, അല്ലേ? അപ്പൊ പിന്നെ നാളെ കല്യാണം കഴിച്ചാൽ എന്താണ്? ആ ചോദ്യത്തിൽ അവളുടെ ശരീരം ഞെട്ടുന്നതറിഞ്ഞവൻ അവളെ കൂടുതൽ ആക്കത്തിൽ തന്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. താലി കണ്ടപ്പോൾ തന്നെ സംശയം പോലെ അതിനി നാളെയാണെങ്കിലോ എന്നൊക്കെ അവൾ ചിന്തിച്ചിരുന്നെങ്കിലും മനസ്സത് അങ്ങോട്ട് അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ തോന്നൽ പോലെ തള്ളിക്കളയാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷെ അതുതന്നെ അവന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ധാത്രി? മറുപടി ഏതുമേകാതെ അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ച് ആ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. പറയ് ധാത്രി, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുന്നേ നീ എന്റെ ആവാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ പിന്നെ നമ്മൾ കല്യാണം കഴിക്കണ്ടേ? അവന്റെ കരലാളനങ്ങളിൽ നിന്നവൾ അറിയാതെ തന്നെ മൂടിപ്പോയി. വംശിയുടെ മുഖം വിടർന്നു. ചുണ്ടുകളിൽ അത്രയും മനോഹരമായ പുഞ്ചിരി സ്ഥാനം പിടിച്ചു. സോ
നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നു. പറഞ്ഞതും പെണ്ണവനെ തല ഉയർത്തിയൊന്ന് നോക്കി. വാട്ട്? അത് അമ്മമ്മ, ദേവമ്മ. ആ കണ്ണുകൾ പിന്നെയും നിറയാൻ പോകുന്നു എന്ന് കണ്ടതും തന്റെ കൈകൾ മുറുക്കി പിടിച്ച് ദേഷ്യം അടക്കാൻ നോക്കി. അവരെയൊക്കെ വിളിച്ച് നമുക്ക് ഗംഭീരമായ ഒരു കല്യാണം പിന്നെ നടത്താം. ഇതിപ്പോൾ എനിക്കും നിനക്കും വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ചും നിനക്ക് വേണ്ടി. സംശയത്തിൽ അവളുടെ മുഖം വല്ലാതെയായി. യെസ് ധാത്രി, നാളെ നടക്കാൻ പോകുന്ന കല്യാണം നിനക്ക് വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ല. നാളെ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിത്തരുന്ന താലി ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുന്നിൽ ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നീ എന്നെ ഇട്ടിട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ്. കഴുത്തിൽ കിടക്കുന്ന താലി തള്ളിക്കളഞ്ഞെന്ന് വേണ്ടാന്ന് വെച്ച് പോകാനുള്ള കാരണങ്ങളൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അവൾ ഞെട്ടി അവനെ നോക്കി. നീ തിരികെ ഞെട്ടുകയൊന്നും വേണ്ട. തൽക്കാലം എന്തായാലും ജീവൻ കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഒരു കാലിനും വിട്ടുകൊടുക്കാൻ എനിക്ക് വേറെ ഉദ്ദേശവുമില്ല. വല്ലാത്തൊരു അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ആഴത്തിൽ പിന്നെയും പിന്നെയും ചുംബിക്കാൻ തുടങ്ങി. സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഭഗവാനിൽ നിന്നും ആദ്യം തൊടുത്ത കിരണങ്ങൾക്കൊപ്പം ദീപങ്ങളുടെ അലങ്കാരം കൂടി വന്നതും ക്ഷേത്രമാകെ പൊൻപട്ടി ചുറ്റിയ പെണ്ണിനെ പോലെ അതീവ സുന്ദരിയായി. ആ നേരം അതിലും സുന്ദരിയായി ഒരുവളും കൂടി ഭഗവാന് മുന്നിലുണ്ടായിരുന്നു. വെള്ളിയിൽ ചുവന്ന കരയുള്ള കാഞ്ചീവരം പട്ടുസാരി ചുറ്റി, സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണെങ്കിലും അതിലും അത്യാവശ്യം ഹെവി വർക്കുമൊക്കെ ഒരു കനക വിഗ്രഹം. അവളെ നോക്കിയിരുന്നവന് അങ്ങനെയാണ് ആ നിമിഷം തോന്നിയത്. ഇവൾക്ക് ഇത്ര സൗന്ദര്യമുണ്ടോ? അതിനെ വെല്ലുന്ന പോലെയായിരുന്നു അവനും. സ്വർണ്ണക്കരയുള്ള മുണ്ടും അതിന്റെ തന്നെ മേൽമുണ്ടും ചുറ്റി, കഴുത്തോളം നീണ്ട ചുരുണ്ട മുടി അലസമായി വിടർത്തിയിട്ട്, കഴുത്തിലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷം ആ രോമങ്ങൾക്കിടയിൽ ചുറ്റിപ്പിടിഞ്ഞ് കിടക്കുന്ന കണ്ടതും എല്ലാം കൂടി കണ്ടാൽ ആകെ ഒരു ആഢ്യത്വം അവന്റെ ആ നിൽപ്പിൽ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിൽക്കുന്ന പലരുടെയും കണ്ണുകൾ അവനിലും അവളിലും മാറി മാറി പോകുന്ന തിരക്കിലായിരുന്നു. പക്ഷേ വംശിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായി ചുരുങ്ങിപ്പോയി. കാരണം ഇന്ന് വരെ അവളില്ലാത്തൊരു ഭംഗിയാണ് ഇന്ന് അവൾക്കെന്ന് തോന്നി. ഈ സാരിയും ആഭരണങ്ങളും എല്ലാം അവളെ അത്രത്തോളം സുന്ദരിയാക്കുന്നുണ്ട്. ഇടുപ്പോളം എത്തുന്ന മുടി നനഞ്ഞതാണെങ്കിലും പിന്നിടാൻ പോയവളെ അതിന് സമ്മതിക്കാതെ വിടർത്തിയിട്ടത് അവനാണ്. വരുന്ന വഴി അതിൽ നിറയെ പൂവും വാങ്ങിവെച്ചു. അവളെ നോക്കുന്നതിനൊപ്പം ഇടയ്ക്കെപ്പോഴോ വഴിമാറിപ്പോയ അവന്റെ മിഴികളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കണ്ണുകൾ എത്തുന്ന കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി അവിടെ ഒരാളുടെ മുഖം ഗൗരവത്തിൽ നിറഞ്ഞു. രൂക്ഷമായി അവരെ നോക്കുന്നതിനൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ആരെയോ വിളിച്ചവൻ എന്തോ പറയുന്നത് കേട്ടാണ് സിദ്ധി മുഖം ഉയർത്തി അവനെ നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പേടി കൊണ്ട് കൈയും കാലും വിറയ്ക്കുകയാണ്. അതിന്റെ ഒപ്പം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ആളുടെ മുഖം കൂടി കണ്ടതും പെണ്ണിനെന്തോ അറിയാത്തൊരു സങ്കടം തൊണ്ടക്കുഴിയിൽ വന്ന് കുടുങ്ങി. കണ്ണു നിറയുന്നു തോന്നിയ നിമിഷം മിഴികൾ താഴ്ത്തിയതും അവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ആ നെറ്റിയൊന്ന് ചുളുങ്ങി. പൂരികം പൊക്കി കാര്യം തിരക്കി അവന്റെ അടുത്തേക്ക് അവൾ മെല്ലെ ചേർന്ന് നിന്നു. ഒപ്പം അവന്റെ കുഞ്ഞുവിരലിൽ അവളുടെ വിരലുകളും പിടിമുറുക്കി. വിടയ്ക്കുന്ന വിരൽത്തുമ്പ് കൊണ്ടുള്ള പിടുത്തം മറിഞ്ഞതും അവൻ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ഒതുക്കി. ചുറ്റും കൂടിയിരുന്ന പലർക്കും അതൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. ചിലർ അമ്പരന്ന് നോക്കുമ്പോൾ പ്രായം കൂടിയ സ്ത്രീകളിൽ പലർക്കും അത് നാണക്കേടും ചമ്മലുമായിരുന്നു. ചിലരൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വന്നുവെന്ന് ഒരു നാണവുമില്ലെന്ന് പറഞ്ഞ് മനസ്സ് മടുപ്പിച്ചപ്പോൾ കൗമാരം തുടങ്ങിയവർക്കും മനസ്സിലത് സൂക്ഷിക്കുന്നവർക്കും അതൊരു പ്രണയ നിമിഷമായിരുന്നു. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുടെ കണ്ണുകൾ നേരത്തെ അവനെ ഒഴിഞ്ഞു വെച്ചേക്കുകയായിരുന്നു. ഇതുകൂടിയായതും അവരങ്ങ് ഫാനായി അവന്റെ. ഒപ്പം അവരുടെ പ്രാർത്ഥന മുഴുവനും അവനെപ്പോലെ ഒരാളെ പ്രണയിക്കാൻ കിട്ടണേ എന്നുള്ളതായിരുന്നു. പക്ഷെ ചിലർക്ക് അവന്റെ രൂപത്തിലും ഭാവത്തിലും മയങ്ങി അവനെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. രാവണനായി കാണപ്പെട്ടവൻ രാവണനാണെന്നറിയാതെ അങ്ങനെ ചിലരൊക്കെ. ഇതിനിടയിൽ പൂജിക്കാൻ കൊടുത്ത താലിയുമായി തിരുമേനി എത്തിയിരുന്നു. മുഹൂർത്തമായി. തിരുമേനി അത് പറഞ്ഞതും അവളുടെ ഹൃദയം പെരുമ്പറ പൊട്ടി. അവൾ അവനിലേക്ക് പിന്നെയും മുട്ടി നിന്നു. വംശിയുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു. ധാത്രിക്കുട്ടി, നേരെ നിന്നേ. എന്നാലല്ലേ നിന്റെ വിച്ചേട്ടന് ഇത് കെട്ടിത്തരാൻ പറ്റൂ. കുറുമ്പിൽ തുളുമ്പി കുസൃതിയിൽ അവന്റെ മുഖം കൂടുതൽ മനോഹരമായി. കാതിൽ പതിയുന്ന നിശ്വാസത്തിന്റെ കുളിരിൽ പെണ്ണൊന്ന് പിടഞ്ഞു. പിന്നെ മെല്ലെ തല ഉയർത്തുമ്പോൾ കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെയാണ്. അവന്റെ ആ മനോഹരമായ പുഞ്ചിരിയിൽ പെണ്ണിന്റെ കണ്ണുകൾ വിടർന്നുപോയി.
ആദ്യമായി കാണുകയായിരുന്നു അവനെ അങ്ങനെ. മുഹൂർത്തം കഴിയുന്നു. തിരുമേനി ഒരിക്കൽ കൂടി പറഞ്ഞതും അവൻ അതേ പുഞ്ചിരിയോടെ കയ്യിലെ താലി അവളുടെ കഴുത്തിലേക്ക് ചേർത്തു വെച്ചു. വീട്ടിൽ ചെന്നിട്ട് അവന്റെ കൊച്ചു നോക്കി തീരും വരെ ഞാൻ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ കേട്ടോ. ആ കാതിനടുക്കിലേക്ക് മുഖം താഴ്ത്തി അവൻ മെല്ലെ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ കെട്ടത് കെട്ടിയത്. അതേസമയം കഴുത്തിലേക്ക് വീണ താലിയിലേക്ക് നോക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു സിദ്ധി ആ നേരം. മരണം വരെ ഇതെന്നിൽ ഉണ്ടാകണേ മഹാദേവ. എന്റെ അവസാന ശ്വാസം വരെ നീ മാത്രമായിരിക്കും എന്റെ ഭാര്യ. മെല്ലെ പറഞ്ഞവൻ രണ്ടാമത്തെ കെട്ടും കെട്ടി. അത് കേൾക്കെ അവളുടെ കണ്ണു നിറഞ്ഞു. ഇഹത്തിലും പരത്തിലും ഞാനല്ലാതെ മറ്റൊരാളും എന്റെ ദാദ്രക്കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ മൂന്നാമത്തെ കെട്ടും കെട്ടി അവളിൽ നിന്നും അകന്നു മാറി. അത് കഴിഞ്ഞതും ദേവിയെ പ്രാർത്ഥിച്ച കുങ്കുമം അവന് നേരെ നീട്ടി തിരുമേനി. തള്ളവിരലും മോതിരവിരലും ചേർത്തെടുത്ത ഒരു നുള്ളു കുങ്കുമം അവൻ അവളിൽ ചാർത്തി ആ നെറുകയിൽ അമർത്തി ചുംബിച്ചു. പെണ്ണത് ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. ചടങ്ങുകളൊക്കെ തീർന്നതും അവൻ അവളുമായി പോയത് നേരെ ഓഫീസിലേക്കാണ്. അവിടെ എത്തി രജിസ്റ്ററിൽ ഒപ്പിട്ട് ഒരു ദിവസത്തെ പൂജയും അന്നദാനത്തിനുള്ള പൈസയും നൽകിയാണ് അവരവിടെ നിന്നും ഇറങ്ങിയത്. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി കാലിലേക്ക് നടക്കുമ്പോഴൊക്കെ വംശിയുടെ കണ്ണുകൾ ഒപ്പം നടക്കുന്നവളായിരുന്നു. പക്ഷെ ക്ഷേത്രത്തിൽ നിന്നൊരു നിമിഷം തന്നെ നോക്കിയെന്ന് ഒഴിച്ചാൽ പെണ്ണ് പിന്നെ ഈ നിമിഷം വരെ നോക്കിയിട്ടില്ല. ആദ്യമൊക്കെ പെണ്ണിന് നാണം കാരണമാണോ ആകുമതെന്ന് കരുതിയവന്റെ ക്ഷമ പോകെ പോകെ കുറയാൻ തുടങ്ങി. അവിടെ നിന്നിറങ്ങിയപ്പോൾ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചതാണ് അവൾ ആ താലി. ഇപ്പോഴും ആ പിടുത്തം തന്നെ. വംശിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അല്പം മുന്നേ വരെ ആ കണ്ണുകൾ തന്നിലായിരുന്നു. ആ വിരലുകൾ തന്റെ വിരലുകളുമായി പ്രണയത്തിലായിരുന്നു. അവളുടെ നിശ്വാസം പോലും തന്റെ നെഞ്ചിലാണ് തട്ടി നിന്നത്. പക്ഷെ ഇപ്പോ ആ ഒരു ദേഷ്യത്തിൽ കാറിലേക്ക് കയറിയവൻ ഡോറ് ആഞ്ഞടിക്കുന്ന ശബ്ദം കേട്ടാണ് സിദ്ധി ഞെട്ടി തല ഉയർത്തി നോക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.